മലപ്പുറത്ത് റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന് പരാതി ഉയർന്നു. മർദ്ദനത്തിൽ ബിരുദ വിദ്യാർത്ഥി പുളിക്കൽ ഷാനിദിന്റെ പല്ല് നഷ്ടമായി. തിരുവാലി ഹിക്മി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ് ഷാനിദ്. ഞങ്ങൾ വീഡിയോസ് 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഡിലീറ്റ് ആക്കണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എഴുത്തറ കൂടി. അപ്പോൾ ഇന്ന് കോളേജ് വിട്ടപ്പോൾ ഞാൻ ചങ്ങായി ഗ്രേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ ഇവര് വന്നുകൊണ്ട് ഓനെ തല്ലാൻ വന്നു. അപ്പൊ ഞാനുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വേണ്ടവരാണ് ഇന്നെ വലിച്ചുകൊണ്ടുപോയി അടിച്ചത്. ചെയ്തില്ല. ഒരു 25 ആൾക്കാർ 10-20 ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇടക്കിടക്ക് വരുന്നതാണ്. ഞങ്ങൾ പിന്നെ പ്രതികരിക്കാൻ നിൽക്കലില്ല. ഇവിടെ ഒരു എന്തോ ചോവയുണ്ടോ കമ്പിയോണ്ടോ എന്തോ കുത്തിയതാണ്. അത് ഓട്ടേക്കുന്നു. പിന്നെ ശ്വാസം അപ്പോൾ ബോധം പോകാനൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മുടെ ക്യാമ്പസിൽ നടക്കുന്നത്? സംഭവത്തിൽ എടവണ്ണ പോലീസ് ഇപ്പോൾ കേസെടുത്തു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഈ റാഗിങ് എത്ര തവണ വാർത്തയായാലും എത്ര തവണ നടപടി വന്നാലും അവസാനിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ മലപ്പുറത്ത് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം തിരുവാലി ഹിക്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ഈ ഷാനിദ് എന്ന് പറയുന്ന വിദ്യാർത്ഥി. ഈ വിദ്യാർത്ഥിക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ പല്ലിന് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മുഖത്ത് താക്കോൽ കൊണ്ടുള്ള മർദ്ദനത്തിൽ ഒരു ദ്വാരം ഉണ്ടായിട്ടുണ്ട്. ദ്വാരത്തിന് 3 സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ കഴുത്തിനും സാരമായ പരിക്കേറ്റിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഷാനിദ് റാഗിങ്ങിന് വിധേയമായത്. ഇതേ കോളേജിലെ തന്നെ 3ാം വർഷ വിദ്യാർത്ഥികൾ സംഘം ചേർന്നുകൊണ്ടാണ് ഷാനിദിനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി വ്യക്തമാക്കുന്നത്. അതായത് ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു ഗ്യാങ് രൂപീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ആരംഭിച്ചിരുന്നു. ഈ പേജിൽ ചില ഫോട്ടോകളെല്ലാം തന്നെ വിദ്യാർത്ഥികൾ ഷെയർ ചെയ്യുകയും ചെയ്തു. ഈ ഗ്യാങ് രൂപീകരിക്കുന്നതിനും ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഫോട്ടോ ഷെയർ ചെയ്യുന്നതിനും 3ാം വർഷ വിദ്യാർത്ഥികളുടെ വിലക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ വിലക്ക് മറികടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ഇത് ചെയ്തു എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ ഷാനിദിനെ ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ളതാണ് വിദ്യാർത്ഥി വ്യക്തമാക്കുന്നത്. 25ഓളം പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥിയുടെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ എടവണ്ണ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഷാനിദ് നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.